മോനെ യദു, നിൻ്റെ കപടമുഖം വലിച്ചു കീറുമെന്ന് പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു. നിൻ്റെ കപടമുഖം 2 പ്രാവശ്യം ഞങ്ങൾ വലിച്ചു കീറി. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ചിലർ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ അന്തംകമ്മിയാണെന്നും അതുകൊണ്ട് മേയറെ സംരക്ഷിക്കുകയാണെന്നും ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ചിലർ തെറ്റിദ്ധരിച്ചു. ചിലർക്ക് എന്നെ മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും നമ്മുടെ യദുമോൻ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ കോടതിയെ സമീപിക്കുമ്പോഴും വലിയൊരു പ്രശ്നമുണ്ട്. യദുമോൻ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയുമായുള്ള തർക്കത്തിൽ കോടതിയെ സമീപിച്ച ശേഷം മാധ്യമങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ബസ് തടഞ്ഞതിലും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിലും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് യദുമോൻ ഹർജി നൽകിയത്. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 3 യദുവിൻ്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഹർജി വരുന്ന തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. മേയർക്കെതിരായ യദുവിൻ്റെ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. തുടർന്നാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. നല്ല കാര്യം, കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. പോലീസ് കേസെടുത്തില്ലെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കണം. അതേസമയം തർക്കമുണ്ടായ ബസ്സിലെ കണ്ടക്ടറായിരുന്ന സുബിൻ DYFI പ്രവർത്തകനാണെന്ന പുതിയ കണ്ടെത്തലുമായി വന്നിരിക്കുന്നു യദു. സുബിൻ DYFI പ്രവർത്തകനാണെന്നും സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയത് കണ്ടില്ലെന്ന് ഉൾപ്പെടെ അദ്ദേഹം പോലീസിന് മൊഴി നൽകി. ആ മൊഴി നുണയാണെന്ന് യദു ആരോപിച്ചു. പിൻസീറ്റിലാണ് ഇരുന്നതെന്നും പോലീസിനോട് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും കണ്ടക്ടർ മുൻസീറ്റിലാണ് ഇരുന്നതെന്നും യദു പറഞ്ഞു. MLA സച്ചിൻ ദേവ് ബസ്സിൽ കയറിയപ്പോൾ എഴുന്നേറ്റ് സീറ്റ് നൽകിയത് കണ്ടക്ടറാണെന്ന് യദു പറഞ്ഞു. MLA വന്നപ്പോൾ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞു അത്രേ. മുന്നിലെ സീറ്റ് മാറിക്കെടുത്തെന്നും യദു ആരോപിച്ചു. മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ യദുവിന് സംശയം കണ്ടക്ടറെയാണ്. അതെങ്ങനെ, കണ്ടക്ടറും ഡ്രൈവറും മെമ്മറി കാർഡൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ അധികാരമുള്ള പോസ്റ്റാണോ മോനെ? എന്തായാലും മോൻ പറയുന്നത് ബാക്കി പറയാം. കണ്ടക്ടർ MLAയും അടക്കം ഗൂഢാലോചന നടത്തിയെന്ന് മക്കൾക്ക് സംശയമുണ്ട്. തനിക്കെതിരായ ആരോപണങ്ങളിൽ 5 പേരെ എതിർകക്ഷിയാക്കി ഹർജി നടത്തിയിട്ടുണ്ടെന്നും യദു പറഞ്ഞു. എന്തായാലും കൊള്ളാം. ഇപ്പോൾ നിൻ്റെ ടൈമാണ്. നിനക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കുറേ പേർ, നിന്നെ സംരക്ഷിക്കാൻ കുറേ പേർ, നിനക്ക് പണം നൽകാനും നിയമസഹായം നൽകാനും കുറേ പേർ, നിൻ്റെ പിറകിൽ സംഘപരിവാർ, നിൻ്റെ പിറകിൽ സംഘപരിവാർ എന്ന ശക്തമായ സംഘടന, പിന്നെ കോൺഗ്രസ് നിൻ്റെ പിറകിൽ നിൽക്കുന്നു. അതുകൊണ്ട് നീ നിറഞ്ഞു നിൽക്കും. ഇപ്പോൾ ഈ സുബിൻ DYFIക്കാരനാണോ അല്ലയോ എന്ന് പറയേണ്ടത് സുബിനാണ്. സുബിൻ DYFIക്കാരനാണെന്ന് നീ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നീ കോടതിയിലെത്തിയപ്പോൾ നീ ആരോപണം ഉന്നയിക്കുകയാണ്. അതുപോലെ തന്നെ നീ ഇന്നലെ പറഞ്ഞതും മെനിഞ്ഞാന്ന് പറഞ്ഞതും മാറ്റി മാറ്റി പറയും. നീ ഒരു കവർ പുറത്തേക്ക് ഇറങ്ങി. അത് കൂളെന്ന് പറയുന്ന ഒരു ചെറിയൊരു ലഹരി വസ്തുവിൻ്റെ കവറാണ്. അത് വലിയ ലഹരി വസ്തുവൊന്നുമല്ല. നീ ആദ്യം പറഞ്ഞത് ബിസ്ക്കറ്റിൻ്റെ കവറാണ്. അത് യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. രണ്ടാമത് നീ പറഞ്ഞത് അത് നീ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. മൂന്നാമത് നീ പറഞ്ഞത് അത് നാരങ്ങ മിഠായിയുടെ കവറെന്നാണ്. എന്തോന്ന് മക്കളെ, മാറ്റി മാറ്റി പറയുമ്പോൾ ആലോചിക്കണ്ടേ? ഒരു പ്രാവശ്യം ഒന്ന്, രണ്ടാമത്തെ പ്രാവശ്യം മറ്റൊന്ന്, മൂന്നാമത്തെ പ്രാവശ്യം വേറെ. നീ കൂള് തന്നെയാണോ ഉപയോഗിച്ചത്? അല്ല സ്റ്റാമ്പ് എല്ലാം അടിച്ച് ഇരുന്നതാണോ? എന്തായാലും കൊള്ളാം. ഓരോ ദിവസം കഴിയുന്തോറും നിനക്ക് മീഡിയ പബ്ലിസിറ്റി വർദ്ധിച്ചു വരുന്നു. മീഡിയ പബ്ലിസിറ്റി വർദ്ധിച്ചു വരുമ്പോൾ നീ പറയുന്ന വാക്കുകൾ, നീ കാണിക്കുന്ന കോപ്രായങ്ങൾ ഒക്കെ ഓർത്ത് പൊളിറ്റിക്സ് കേരളയ്ക്ക് ചിരിക്കാതെ വയ്യ. നിന്നെ പൊക്കിക്കൊണ്ട് നടക്കും കുറച്ച് നാൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കുറേ പേർ. നീ ഒരു ഫ്രോഡാണെന്ന് തിരിച്ചറിയുമ്പോൾ നിൻ്റെ പിറകിൽ സംഘപരിവാറും കാണില്ല, കോൺഗ്രസും കാണില്ല, കേരളത്തിലെ ജനങ്ങളും കാണില്ല. നീ ഫ്രോഡാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് പൊളിറ്റിക്സ് കേരള നിനക്കെതിരെ 3ാമത്തെ സ്റ്റോറി പുറത്തുവിടുന്നത്, നിൻ്റെ കള്ളത്തരങ്ങൾ വെളിവാക്കിക്കൊണ്ട്.